ഇടുക്കി നെടുങ്കണ്ടം ഇരട്ടക്കൊലപാതകത്തിൽ പിതാവിന്റെ തിരോധാനത്തിലും അന്വേഷണം ഊർജിതമാക്കാൻ നീക്കം. കൊല്ലപ്പെട്ട മേരിക്കുട്ടിയുടെ ഭർത്താവ് മാത്യു തോമസിനെ 2016 കാണാതായത്. മേരിക്കുട്ടിയുടെയും മൂത്തമകൻ റജിയെയും ഇളയ മകൻ സജി കൊലപ്പെടുത്തിയത് സ്ഥിരീകരിച്ചതോടെ തിരോധാന കേസിൽ തുടരന്വേഷണം വേണമെന്ന് ബന്ധുക്കളും നാട്ടുകാരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താനായി റിമാൻഡിൽ കഴിയുന്ന സജിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. പ്രിൻസ് ജെയിംസ് ചേരുന്നു. പ്രിൻസ്, വളരെ പ്രധാനപ്പെട്ട ഒരു അന്വേഷണ നീക്കമാണ്. പിതാവിൻ്റെ തിരോധാനത്തിന് പിന്നിലും ഈ മകൻ സജിയാണോ ഇളയ മകനാണോ എന്ന ആക്ഷേപമാണോ മറ്റ് ബന്ധുക്കൾ ഉന്നയിക്കുന്നത്? അങ്ങനെയെങ്കിൽ അന്വേഷണം ഇനി ഏത് രീതിയിൽ നടക്കും? സജിത്ത്, തീർച്ചയായും ഈ നിലവിൽ പിതാവിന്റെ തിരോധാനത്തിനെ സംബന്ധിച്ചും അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. സജിക്ക് ഈ കാര്യത്തിൽ പങ്കുണ്ടോ എന്നത് സംബന്ധിച്ചും കൃത്യമായ അന്വേഷണം നടക്കും. 2018 മാർച്ച് 3 മേരിക്കുട്ടിയുടെ ഭർത്താവ് മാത്യു വീട്ടിൽ നിന്നും ഇറങ്ങുന്നത്. അതായത് ഇയാൾ ഒരു പാസ്റ്ററായി സേവനമനുഷ്ഠിച്ചിരുന്ന വ്യക്തിയായിരുന്നു. ഇളയ മകളുടെ ചികിത്സാ ആവശ്യങ്ങൾക്കായി കട്ടപ്പന വെള്ളയാങ്കുടിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇയാൾ വീട്ടിൽ നിന്നിറങ്ങിയത്. എന്നാൽ ദിവസങ്ങളോളം തിരികെ എത്തിയില്ല. ഇതേ തുടർന്ന് മകൻ റെജി മാർച്ച് 9 2018 മാർച്ച് 9 പോലീസിൽ പരാതി നൽകുകയായിരുന്നു. തുടർന്ന് നടന്ന ഒരു അന്വേഷണത്തിനൊക്കെ ഇയാൾ നെടുങ്കണ്ടത്ത് എത്തിയിരുന്നെന്നും ബസ്സിൽ കയറി പോയിരുന്നെന്നുമൊക്കെയുള്ള സൂചനകൾ ലഭിച്ചു. എന്നാൽ പോലീസ് ഈ രീതിയിൽ അന്വേഷണം നടത്തിയെങ്കിലും CCTV ദൃശ്യങ്ങളടക്കമുള്ള തെളിവുകളൊന്നും ശേഖരിക്കാൻ സാധിച്ചില്ല, ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ തെളിവൊന്നും ലഭിക്കാതെ വന്നതോടെ ഈ കേസിന്റെ തുടരന്വേഷണം താൽക്കാലികമായി നിർത്തിവെക്കുകയായിരുന്നു. കൂടുതൽ തെളിവുകളിലേക്ക് എത്തുന്നത് സംബന്ധിച്ചുള്ള അന്വേഷണമൊന്നും പിന്നീട് ഉണ്ടായില്ല. അതോടൊപ്പം തന്നെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും കൃത്യമായ ഒരു ഇടപെടൽ, തുടർന്നൊരു ആവശ്യപ്പെടലൊന്നും ഈ കേസിന്റെ ഭാഗമായി ഉണ്ടായിട്ടില്ല എന്നതും വസ്തുതയാണ്. പിന്നീട് ഈ മക്കളോ റെജി അടക്കമുള്ള മക്കളൊന്നും ഈ കേസിന്റെ അന്വേഷണവും പിതാവിന്റെ തിരോധനവുമായി ബന്ധപ്പെട്ട് പോലീസിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തിയില്ല എന്നതും സത്യമാണ്, വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ തുടർ അന്വേഷണം ഈ കേസിൽ ഉണ്ടായില്ല. എന്തായാലും ഈ സംഭവത്തെ തുടർന്ന് ഇപ്പോൾ ഇരട്ട കൊലപാതകം സംഭവിച്ച സാഹചര്യം കൂടിയുണ്ട്. സഹോദരൻ റജിയെയും അമ്മ മേരിക്കുട്ടിയും സഹോദരൻ സജി വളരെ ക്രൂരമായി കൊലപ്പെടുത്തിയ ഒരു സാഹചര്യം. ഈ സാഹചര്യത്തിലാണ് പിതാവിന്റെ തിരോധാനത്തിലും മാത്യുവിന്റെ തിരോധാനത്തിലും അന്വേഷണം വേണമെന്ന് നാട്ടുകാർ ആവശ്യമുന്നയിക്കുന്നു. അപ്പം ബന്ധുക്കളും ആവശ്യമുന്നയിച്ച് രംഗത്തെത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഒരു കൃത്യമായ അന്വേഷണം നടത്താനാണ് പോലീസിന്റെ നീക്കം. പ്രത്യേകിച്ചും കട്ടപ്പന ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക ഒരു അന്വേഷണ സംഘമൊക്കെ രൂപീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ നെടുങ്കണ്ടം ഇരട്ട കൊലപാതക കേസിലെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രതി പീരുമേട് ജയിലിൽ റിമാൻഡിൽ കഴിയുകയാണ്. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമായിരിക്കും അന്വേഷണമൊക്കെ ഉണ്ടാകുക. പ്രത്യേകിച്ചും ഇരട്ട കൊലപാതകത്തെ സംബന്ധിച്ചും അതോടൊപ്പം പിതാവിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസിൽ കൃത്യമായ ഒരു അന്വേഷണം ഉണ്ടാകുമെന്നാണ് പോലീസിന്റെ ഭാഗത്ത് നമുക്ക് വ്യക്തമാകുന്നത്. പ്രിൻസ്, ഒരു കാര്യം കൂടി, 2016 ഈ പിതാവിന്റെ തിരോധാനം. അപ്പം നാളുകൾ ഇത്ര കഴിഞ്ഞു. അപ്പോൾ ഇതിന്റെ അന്വേഷണം വളരെ വെല്ലുവിളി നിറഞ്ഞതായിരിക്കും അല്ലേ? സജിത്ത്, തീർച്ചയായും വളരെ വെല്ലുവിളികൾ നടത്തിയ ഒരു കാര്യമായിരിക്കും. അതായത് വർഷങ്ങൾക്ക് മുൻപാണ് ഈ സജിയുടെ പിതാവ് ഈ മേഖലയിൽ നിന്നും കാണാതാവുന്നത്. പ്രത്യേകിച്ചും അയാൾ മകളുടെ ചികിത്സാ ആവശ്യങ്ങൾക്ക് പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നു. ഒരു കാര്യമായ ഒരു അന്വേഷണവും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്നതും വസ്തുതയാണ്. യാതൊരുവിധ അന്വേഷണവും നടന്നിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാട്ടുകാരിൽ നിന്ന് ഭാഗത്തുനിന്നും ഒക്കെ ബന്ധുക്കളുടെ ഭാഗത്തുനിന്നും ഒക്കെ ചെറിയ ചില സൂചനകൾ ലഭിച്ചു. അതായത് നെടുങ്കണ്ടം ഭാഗത്തെത്തി ബസ്സിൽ കയറി പോകുന്നതായി കണ്ടു എന്ന ചില സൂചനകളൊക്കെ ലഭിച്ചിരുന്നുവെങ്കിൽ പോലും ഇത് സത്യമാണോ എന്ന് സംബന്ധിച്ച് പോലും വ്യക്തത ഉണ്ടായിട്ടില്ല. CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിക്കാനുള്ള ശ്രമം നടന്നിരുന്നെങ്കിൽ പോലും ഇയാൾ ബസ്സിൽ കയറി പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങളൊന്നും കൃത്യമായി ലഭിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാര്യമായ ഒരു ഇടപെടൽ പിന്നീട് ഈ വിഷയത്തിൽ ഉണ്ടായില്ല. തുടർന്ന് ബന്ധുക്കളുടെ ഭാഗത്തുനിന്നും ആ സമയത്ത് കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാകാതെ വന്നതോടെ പോലീസ് ഈ കേസിന്റെ അന്വേഷണം നിർത്തിവെക്കുകയായിരുന്നു. എന്തായാലും വർഷങ്ങൾക്ക് ശേഷം ഈ കേസിന്റെ പുനരന്വേഷണം സംബന്ധിച്ച് കാര്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ സജിയുടെ പങ്കാളിത്തം ഉണ്ടെങ്കിൽ പോലും ഈ കേസിന്റെ ഭാവി എന്താകുമെന്ന് സംബന്ധിച്ച് വ്യക്തത തുടരുകയാണ്. അതാണ് സാഹചര്യം. എന്തായാലും ഈ നെടുങ്കണ്ടത്തെ പിതാവിന്റെ തിരോധാന കേസ് കൂടി അന്വേഷണത്തിന്റെ ഭാഗമാവുകയാണ്. അമ്മയെയും സഹോദരനെയും കുഴിച്ചുമൂടി എന്നതാണ് നിലവിലുള്ള കണ്ടെത്തൽ, സജിക്കെതിരായ കണ്ടെത്തലുകൾ. ഇതിന് പുറമെ പിതാവിന്റെ തിരോധാന കേസിലും അന്വേഷണം വരുന്നു. സംശയമാണ്, അതിന്റെ അടിസ്ഥാനത്തിലാണിപ്പോൾ ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത് എന്നതാണ് സാഹചര്യം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.